എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ട്രഷർ ഹണ്ടറിനെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ആ വീഡിയോ ഫേക്കാണോ ഒറിജിനലാണെന്ന് നോക്കാം. നമ്മുടെ ആശാൻ പണിയാദങ്ങളുമായി ഇറങ്ങിയിട്ടുണ്ട്. ഒരു മെറ്റൽ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി അവിടെ നിന്ന് കുഴിച്ച് നോക്കുകയാണ്. ആ ഭാഗത്താണ് മെറ്റൽ ഡിറ്റക്റ്റ് ചെയ്തത്. പിന്നെ അദ്ദേഹം ഡിറ്റക്ടർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുവാണ്. ആ ഭാഗത്ത് തന്നെയാണ് ബീപ്പ് ബീപ്പ് സൗണ്ട് കേട്ടത്. അദ്ദേഹം കുഴിച്ച് നോക്കുകയാണ്. എന്ത് കിട്ടുമെന്ന് നോക്കാം. ഒരു ഗോൾഡിൻ്റെ എന്തോ ഒരു സാധനം തെളിഞ്ഞു വരുന്നുണ്ട്. കുറച്ചുകൂടെ കുഴിച്ചാലേ അറിയത്തുള്ളത് എന്തുവാണെന്നുള്ളത്. അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ കുഴിക്കുകയാണ്. ഏതോ ആൻഷ്യൻ്റായിട്ടുള്ള എന്തോ ഗോൾഡ് കൊണ്ടുള്ള എന്തോ ഒരു മെറ്റലാണ് അത്. അദ്ദേഹം ശ്രദ്ധാപൂർവം കുഴിച്ച് നോക്കുകയാണ്. നമ്മുടെ മെറ്റൽ തിളങ്ങി വരുന്നുണ്ട്. എന്തോ പുരാതനമായിട്ടുള്ള എന്തോ സാധനമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് ഒറിജിനലാണോ എന്നുള്ള ഡൗട്ടുണ്ട്. ഇത് ഒറിജിനൽ അല്ല എന്നാണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നേരത്തെ കുഴിച്ചിട്ടിട്ട് റീപ്ലാന്റ് ആയിട്ടുള്ള എന്തോ ആണ് ഇത് ഫേക്ക് വീഡിയോ ആണ്. ഫേക്ക് വീഡിയോ ആണെന്ന് തോന്നുന്നില്ല. ഇത് ഇപ്പോഴത്തെ എന്തോ മേഡ് ചെയ്തിട്ടത് അതിൽ കുഴിച്ചിട്ട് വീണ്ടും അദ്ദേഹം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അടുത്തത് അദ്ദേഹം ആ കുഴി വലുതാക്കിയിട്ട് വീണ്ടും കുഴിച്ച് നോക്കുകയാണ്. അവിടെ തന്നെ വേറെ അതേപോലെ തന്നെ ഒരു സ്വർണം കൊണ്ടുള്ള മെറ്റൽസ് ഉണ്ട്. നോക്കട്ടെ, കാണാം. തെളിഞ്ഞു വരുന്നുണ്ട്. മണ്ണ് മാറ്റുമ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. എന്തോ ഒരു സിംഹത്തിൻ്റെ അങ്ങയുടെ രൂപമാണെന്ന് തോന്നുന്നു. സ്വർണം കൊണ്ടുള്ള ഇളകി വരുന്നുണ്ട്. കണ്ടില്ലേ, സിംഹത്തിൻ്റെ രൂപമാണ്. അദ്ദേഹം പറയുന്നത് അത് പുരാതനമായിട്ടുള്ള ആൻഷ്യൻ്റായിട്ടുള്ള സ്വർണം കൊണ്ടുള്ളതാണ്. പക്ഷെ ഇത് കണ്ടാൽ പറയത്തില്ല. ഇത് നേരത്തെ ഇത് കുഴിച്ചിട്ടിട്ട് എനിക്ക് തോന്നുന്നു അവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അറിയത്തില്ല, കൺഫേം അല്ല. വീണ്ടും അദ്ദേഹം മെറ്റൽ ഡിറ്റക്ടർ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വീണ്ടും അതിൽ എന്തോ ഉണ്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും കുഴിച്ച് നോക്കുകയാണ്. നോക്കാം ഇനി എന്തോ. അത് വീണ്ടും തെളിഞ്ഞു വരുന്നുണ്ട്. വീണ്ടും സ്വർണം കൊണ്ടുള്ള എന്തോ സംഭവമാണ്. വീണ്ടും തെളിഞ്ഞു വരുന്നുണ്ട്. നല്ല വൃത്തിക്കാണ് അദ്ദേഹം കുഴിക്കുന്നത്, കെയർഫുള്ളായിട്ട്. കണ്ടില്ലേ, സ്വർണം കൊണ്ടുള്ള എന്തോ തെളിഞ്ഞു വരുന്നുണ്ട്. നല്ല രീതിയിൽ അദ്ദേഹം അതേ കൊള്ളിക്കാതെ കെയർഫുള്ളായിട്ടാണ് കുഴിച്ച് നോക്കുന്നത്. മെറ്റൽ കൊണ്ടുള്ള എന്തോ ഒരു രൂപമാണ്. സ്വർണം ഇതുകൊണ്ട് അദ്ദേഹം അത് ഇളക്കിയെടുത്ത് വളരെ സാവധാനം ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതൊരു പഴയ ഒരു നിർമ്മിതിയല്ല. ഇത് എനിക്ക് തോന്നുന്നത് പുതിയതായിട്ട് അവരവിടെ കുഴിച്ചിട്ടിട്ട് പിന്നെ ഒന്ന് കുഴിച്ചെടുക്കുന്നതായിരിക്കാം.
വീണ്ടും അദ്ദേഹം മെറ്റൽ ഡിറ്റക്ടർ വെച്ച് നോക്കുന്നുണ്ട്, വീണ്ടും ഉണ്ടോ, വീണ്ടും BP സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇനി അതിലെന്തോ ഉണ്ട്. അദ്ദേഹം വീണ്ടും അത് കുഴിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. കെയർഫുള്ളായിട്ട് അദ്ദേഹം കുഴിക്കുന്നുണ്ട്, വീണ്ടും അവിടെ തന്നെ ഉണ്ട്. ഇതൊരു ഒറിജിനൽ ട്രഷർ ഹണ്ടിങ് വീഡിയോ ആണോ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് നേരത്തെ അത് കുഴിച്ചിട്ടിട്ട് അതെടുക്കുന്ന പോലുള്ളൊരു ഫീലുണ്ട്. ഇത് പുരാതനമായിട്ടുള്ള ഒരു നിർമ്മിതിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും എമൗണ്ട് സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ അദ്ദേഹം കോടീശ്വരനാവുമല്ലോ. അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം റീപ്ലാൻഡ് ആയിട്ടുള്ള എന്തോ ചെയ്തു വച്ചേക്കുന്നതാണ്. നേരത്തെ കുഴിച്ചിട്ടിട്ട് അത് ആ സ്ഥലത്തൊന്ന് മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവന്ന് ഡിറ്റക്റ്റ് ചെയ്ത് അദ്ദേഹം കണ്ടുപിടിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം മണ്ണൊക്കെ മാറ്റി അവസാനത്തെ അത് എടുക്കാനുള്ള പരിശ്രമത്തിലാണ്. എടുക്കുന്നുണ്ട്, ഇളകി വരുന്നുണ്ട്. എന്തോ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലുള്ള എന്തോ സംഭവം തോന്നുന്നു. കണ്ടില്ലേ? കൊള്ളാം. ഇത്ര ഹ്യൂജ് എമൗണ്ട് സ്വർണം കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലപ്പം കിട്ടുമായിരിക്കാം. വീണ്ടും അദ്ദേഹം മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ചെക്ക് ചെയ്യുകയാണ്. അതിലൊന്നുമില്ലെന്ന് തോന്നുന്നു. കണ്ടില്ലേ? അദ്ദേഹം കുഴിച്ചെടുത്ത സാധനങ്ങളാണ് ഇത്ര ഹ്യൂജ് എമൗണ്ട് ആയിട്ടുള്ള സ്വർണ്ണമാണെന്ന് തോന്നുന്നു ആ കളർ കണ്ടിട്ട്. പക്ഷേ ഇത് വലിയ വർഷമായിട്ടുള്ള തോന്നുന്നില്ല. കാരണം ഈ ഇടയ്ക്ക് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. മെറ്റലിൻ്റെ ഫിനിഷിങ്ങും കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് സ്വർണ്ണമാണോ എന്ന് തന്നെ നമുക്ക് ഡൗട്ട് തോന്നുന്നു. കളറ് പെയിൻറ്റ് ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു. ഒറിജിനലാണോ എന്ന് ഡൗട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അടുത്ത റോസ്റ്റിംഗ് വീഡിയോയുമായിട്ട് നമ്മൾ വരും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും എല്ലാം നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഉതകുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ ബൈ.